നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മറ്റന്നാൾ നല്ലൊരു മുഹൂർത്തമുണ്ട്. എന്നാ പിന്നെ അന്ന് തന്നെ നടത്താം. എനിക്ക് സമ്മതമാ. ജോത്സ്യരെ, നിശ്ചയത്തിന് മറ്റന്നാളത്തേക്ക് തന്നെ തീയതി കുറിച്ചോളൂ. ഓ, എന്താ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ? ഇവിടുന്ന് പോകുന്നത് ഓർക്കാൻ കൂടി എനിക്ക് വയ്യ. വിഷമിക്കണ്ടെന്നേ, എങ്ങ ഒരിടത്തും പോവില്ല. എന്നും എന്റെ മാളുവിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അതിന് നടക്കില്ലല്ലോ. ഇപ്പൊ തന്നെ ഗംഗ അയാളുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചില്ലേ? നിശ്ചയല്ലേ തീരുമാനിച്ചിട്ടുള്ളൂ, കല്യാണമൊന്നും കഴിഞ്ഞില്ലല്ലോ. വേണ്ട, മഹി വെറുതെ എന്നെ സമാധാനിപ്പിക്കാൻ എങ്ങനെയൊക്കെ പറയുന്നേ. അല്ല മാളു, മോൾ ഓർക്കുന്നില്ലേ എന്റെയും ശ്രേയയുടെയും കല്യാണത്തിന് അന്ന് വിവാഹം മുടങ്ങിയത്? അതുപോലെ ഗംഗയുടെ കാര്യത്തിൽ സംഭവിക്കാലോ. സത്യമാണോ മഹി? അങ്ങനെ ഗംഗയുടെ കാര്യത്തിൽ സംഭവിക്കോ? പിന്നെ എന്റെ മാളുവിന് വേണ്ടി ഞാൻ ഈ കല്യാണം മുടക്കില്ലേ? മോളുടെ സന്തോഷമല്ലേ അച്ഛന് ഏറ്റവും വലുത്. ഗംഗ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകാൻ വേണ്ടി മാത്രമല്ല ഞാൻ വേണ്ടെന്ന് പറയുന്നത്. പിന്നെ ഗംഗയ്ക്ക് ഈ വിവാഹം ഇഷ്ടമല്ല, അതുകൊണ്ടാ. അങ്ങനൊന്നും ഇല്ല മോളെ, അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. ഗംഗ തന്നെയല്ലേ വിവാഹത്തിന് സമ്മതിച്ചത്? അതെ, പക്ഷെ എനിക്കറിയാം ഗംഗയ്ക്ക് അയാളെ ഇഷ്ടമല്ല. മുത്തശ്ശിയെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാ ഗംഗ ഒന്നും പറയാത്തത്. അങ്ങനെയാണെങ്കിൽ ഗംഗ ആ കാര്യം തുറന്നു പറഞ്ഞാ മുത്തശ്ശി ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറില്ലേ? ഇല്ല, മുത്തശ്ശിക്ക് ആ കള്ളനെ ഒരുപാട് ഇഷ്ടാ. അതുകൊണ്ടാ ഗംഗയുടെ ഇഷ്ടം പോലും നോക്കാതെ ആ കല്യാണം നടത്താൻ പോകുന്നത്. ഗംഗയ്ക്ക് ഈ വീട്ടിൽ നിൽക്കുന്നതാ സന്തോഷം. അതെന്താ മഹിക്കറിയാത്തത്? ഏതായാലും എല്ലാത്തിനും ഇനിയും സമയമുണ്ടല്ലോ. ഗംഗയ്ക്ക് ഇഷ്ടമില്ലാത്ത ഈ കല്യാണം ഒരിക്കലും നമ്മൾ നടത്തില്ല. എന്താ പോരെ? അത് മതി. ഗംഗ പാവോ, ഗംഗയ്ക്ക് നല്ലത് മാത്രമേ സംഭവിക്കാവൂ. അങ്ങനെ തന്നെ സംഭവിക്കും മോളെ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇനി എന്റെ മോളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കാൻ പാടില്ല കേട്ടോ. ഇല്ല, മഹി എന്നും ഗംഗ എന്റെ കൂടെ തന്നെ നിർത്തുവാണെങ്കിൽ പിന്നെ ഞാനെന്തിനാ വിഷമിക്കുന്നേ? എന്നാ പിന്നെ അച്ഛൻ പൊക്കോട്ടെ, മോള് കിടന്നു. ഞാൻ ഗംഗ വന്നിട്ട് ഉറങ്ങിക്കോളാം അച്ഛാ. ശരി, എങ്കിൽ അത് മതി. ഗംഗയ്ക്ക് എന്തോ കാര്യം എന്നോട് പറയാനുണ്ട് മുത്തശ്ശി. ഞങ്ങൾ ആ കാര്യം സംസാരിക്കായിരുന്നു. അതൊക്കെ ഇനി നാളെ ആകാം.
നേരെ ഒരുപാട് വൈകി. മഹി പോയി കിടക്ക്. രാവിലെ ഓഫീസിൽ പോകാനുള്ളതല്ലേ. അത് സാരമില്ല. ഗംഗ പറ, എന്താ കാര്യം? ഒന്നുമില്ല മഹേട്ടാ. മഹേട്ടൻ പോയിക്കോ. നിക്ക്. എന്താ ഗംഗ നിന്റെ ഉദ്ദേശം? ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നോ? മഹി ആ രീതിയിൽ കാണരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? ഇല്ല മുത്തശ്ശി, ഞാനതിന് തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇല്ലേ? പിന്നെ എന്തായിരുന്നു ഇവിടെ? മറ്റൊരാളുമായി വിവാഹം തീരുമാനിച്ച നീ എന്തിനാ അസമയത്ത് മഹിയോട് സംസാരിക്കുന്നത്? മഹേട്ടന് എനിക്കതിന് ഒരു അന്യനാണോ മുത്തശ്ശി? അതെ. എന്താ സംശയം? അപ്പോ നീ എനിക്ക് സത്യം ചെയ്തതൊക്കെ മറന്നോ? ഒന്നും മറന്നിട്ടില്ല. മുത്തശ്ശിയുടെ ആഗ്രഹപ്രകാരല്ലേ ഇപ്പൊ എല്ലാം നടക്കുന്നത്. പിന്നെ ഈ വിവാഹം, ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു വിവാഹം അതുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്നോ? നിനക്ക് വിവാഹപ്രായമായി. പെൺകുട്ടികൾക്ക് വിവാഹപ്രായമായാൽ നല്ല ആലോചന വന്നാൽ അത് നടത്തുക തന്നെ വേണം. പക്ഷെ മുത്തശ്ശി, മനസ്സുകൊണ്ടൊരു വിവാഹത്തിന് ഞാൻ തയ്യാറായിട്ടില്ല. അതൊന്നും സാരമില്ല. അതൊക്കെ പതിയെ പൊരുത്തപ്പെട്ടോളൂ. മോളെ, നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബന്ധവാ ഇപ്പൊ വന്നിരിക്കുന്നത്. നകുൽ നല്ല പയ്യനാ. ജാതകപരമായും നല്ല ചേർച്ചയുണ്ട്. ഇനി നിന്റെ ഭാഗത്തെ ഒരു തെറ്റ് കാരണം ഈ വിവാഹം നടക്കാതെ പോകരുത്. ഇല്ല മുത്തശ്ശി, മുത്തശ്ശിയുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. നിനക്ക് എന്താ മോളെ കാര്യങ്ങൾ മനസ്സിലാവാത്തത്? നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഈ കൈലാസത്തിൽ നമുക്ക് യാതൊരു അവകാശവും ഇല്ല. ഇവരുടെയൊക്കെ ദയ കൊണ്ട് മാത്രം ജീവിക്കുന്നവരാ നമ്മള്. അതുകൊണ്ട് എന്റെ മോള് നിലമറന്നൊന്നും ആഗ്രഹിക്കരുത്. മോളെ, മഹി നിനക്ക് കൈ എത്തുന്ന ദൂരത്തല്ല. നിനക്ക് ഈ ജന്മം വിധിച്ചത് നകുലിനെയാ. അവനാണെങ്കിൽ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അർഹിക്കാത്തതിന്റെ പുറകെ പോയി വിഷമിക്കാൻ നിൽക്കാതെ നിനക്ക് വിധിച്ചതിൽ സന്തോഷം കണ്ടെത്തുകയേ വേണ്ടത്. നിന്റെ മനസ്സിലെ ആഗ്രഹങ്ങളോ ചിന്തകളോ മഹി ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇനി അറിയുകയും വേണ്ട. ശരി, മുത്തശ്ശി പറയുന്ന പോലെ ചെയ്യാം. എനിക്കറിയാം, ഈ മുത്തശ്ശിയെ വേദനിപ്പിക്കാൻ എന്റെ മോൾക്കാവില്ല. എല്ലാവരുടെയും നന്മ മാത്രമേ നീ ആഗ്രഹിക്കൂ. അതുകൊണ്ട് നിനക്ക് നന്മയെ വരൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.